ഹലോ, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ താരത്തിനെ കാണണ്ടേ? ദേ ഇവനാണ് ഇന്നത്തെ താരം. വാഴമാണി, വാഴക്കൂമ്പ്, വാഴച്ചുണ്ട്, അങ്ങനെ പല പല നാട്ടിൽ പല പല പേരിൽ അറിയപ്പെടുന്ന ഇവൻ നിസ്സാരക്കാരനല്ല കേട്ടോ. അയണും വിറ്റാമിൻസും എല്ലാം അടങ്ങിയ അടിപൊളി ഒരു സംഭവമാണ്. അപ്പോൾ ഇന്ന് ഇവനെ തട്ടിക്കൂട്ടി ചട്ടിയിലാക്കിയാലോ? ഓക്കെ, അപ്പോൾ തോട്ടത്തിൽ നിന്ന് കുറച്ച് ഒരു 4-5 എണ്ണമൊക്കെ കിട്ടി കേട്ടോ. അതെല്ലാം കൂടി എടുത്ത് ഞാൻ ക്യാമറയുമായി പിന്നാലെ പോകുന്നുണ്ട്. പിന്നെ ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ള സംഭവങ്ങളൊക്കെ കളയുകയാണ്. ആ ചുവന്ന നിറത്തിലുള്ള നേന്ത്രക്കായുടെ ആണെങ്കിൽ ചുവപ്പ് ഒരു 2-3 എണ്ണം കളഞ്ഞാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ ചെറുകായയുടെ ഈ വെള്ള നിറത്തിൽ കാണുന്ന വരെ കളയണതാണ് നല്ലത്. അത് യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ ഒരു ചമർപ്പുണ്ടാവും. അതുകൊണ്ട് ചെറുകായുടെയൊക്കെ ഈ വാഴമണി കൂടുതലും വെള്ള മാത്രം യൂസ് ചെയ്യണതാണ് നല്ലത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് കുറച്ച് നേരം ഒന്ന് ചെരിച്ച് വെക്കണം. അതിൻ്റെ ഉള്ളിലൊരു പശ പോലെ ഒരു കറുണ്ട്, വാഴക്കറയൊക്കെ ഇല്ലേ, അത് പോവാൻ വേണ്ടി കുറച്ച് നേരം ചെരിച്ച് വയ്ക്കുക. ഇനി ഈ കറയൊക്കെ പോയതിന് ശേഷം അതിൻ്റെ തലപ്പ് ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതിനെ നന്നായി കുളിച്ച് കുട്ടപ്പനാക്കിയിട്ട് എടുക്കണം. ഇനി ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. ആ വെള്ളത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഈ മഞ്ഞൾപ്പൊടി പോണത് എക്സ്ട്രാ ഉള്ള കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എത്രയൊക്കെ ആയാലും കുറേ കറയൊക്കെ പോയിട്ടുണ്ടാവും നമ്മൾ കളഞ്ഞപ്പോൾ. എന്നിരുന്നാലും ചെറിയൊരു ചവർപ്പ് വരാതിരിക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയിലിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതെല്ലാം എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നാരുണ്ടാവാൻ ചാൻസ് ഉണ്ട്, ചിലതിന് വലിയ നാരൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നാരൊക്കെ പോയി നല്ല ടേസ്റ്റാവും. പിന്നെ നമുക്ക് കോലുകൊണ്ട് അധികം നാരൊന്നും എടുക്കേണ്ടി വരില്ല. അപ്പോൾ എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി കട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് എടുത്ത് ഇടുക. അപ്പോൾ തന്നെ അരിഞ്ഞ ഉടനെ തന്നെ ഇടണതാണ് നല്ലത്. ഇല്ലെങ്കിൽ പുറത്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഒരു കറുത്ത നിറം വരാനുള്ള ചാൻസ് ഉണ്ട്. സോ പെട്ടെന്ന് തന്നെ വെള്ളത്തിലിടുക. ഇനി കുറച്ച് പച്ചമുളക്, ഉള്ളി ഒക്കെ എടുത്ത്, പച്ചമുളക് ഇവിടെ തൊടിയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം കാന്താരി എടുത്തു. 2-3 വെള്ള പച്ചമുളകും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ കാന്താരി ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ പറിച്ച് വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഉള്ളിയും ചെറുതായി ചോപ്പ് ചെയ്യുക. ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക് എടുത്ത് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിയിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളകും പിന്നെ ചോപ്പ് ചെയ്ത് വെച്ച ഒനിയനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം മുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാൽ മുളകിൻ്റെ എരിവൊക്കെ കുറച്ചൊന്ന് ശമിച്ച്, മറ്റേത് മുളക് കടിക്കുമ്പോൾ നല്ല എരിവായിരിക്കുമല്ലോ. ആദ്യം മുളക് ഇട്ട് കൊടുത്താൽ ഇതിനൊരു കുറവുണ്ടാവും. പിന്നെ നമുക്ക് ഉള്ളിയും എല്ലാം കൂടി ഇട്ട് കടുവറ നന്നായി താളിച്ചെടുക്കുക. നല്ലപോലെ വഴണ്ട് വരണം കേട്ടോ, ഒരു ബ്രൗണിഷ് കളർ വരണം. അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് ഇട്ട് കൊടുക്കാം. ഒരു ലേശം കേട്ടോ, ഞാൻ അതിലെടുത്ത് അത്രയൊന്നും ഇട്ടിട്ടില്ല, അതിൻ്റെ പകുതിയൊക്കെ ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വാഴക്കൂമ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഒഴിക്കരുത്. ഇതിന്ന് തനിയെ വെള്ളം അങ്ങനെ ഉറന്ന് വരും. സോ കാര്യമായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക.
നന്നായി മിക്സ് ചെയ്യും. താഴത്തെ ഉള്ളിയും നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള എല്ലാം കൂടി നന്നായി മിക്സ് ആവണ വരെ നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ഒന്നിങ്ങനെ പൊതിഞ്ഞ് വയ്ക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഒന്ന് പൊതിഞ്ഞ് വയ്ക്കുക. എന്നിട്ട് ഒരു അടപ്പെടുത്ത് മൂടി വയ്ക്കുക. സ്ലോ ആക്കി വെച്ചാൽ മതി. അങ്ങനെ തനിയെ അതിൽ വെള്ളം വരും. അതുകൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് കുറച്ച് കുറവാണ് തോന്നിയിട്ട് ഞാൻ രണ്ടാമത് കുറച്ചും കൂടി ഉപ്പെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുവിധം വെന്ത് ആയി. എന്നിരുന്നാലും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റണ വരെ നമ്മൾ നന്നായി ഇളക്കി ഇതാക്കി കൊടുക്കണം. ആ വെള്ളം മൊത്തം വറ്റിയാലാവും നല്ല ടേസ്റ്റ് വരിക. അപ്പോഴാണ് നന്നായി വേവും ചെയ്യുക. സ്ലോയിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണേ. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല. ഇങ്ങനെയുള്ള വാഴക്കൂമ്പ് നമ്മൾ ഇങ്ങനെയൊക്കെ എടുത്തു. ഇനി ആ വെള്ളം മൊത്തം വറ്റണ വരെ നന്നായി അടച്ചു വെച്ചിട്ട് വേവിക്കാം. വെള്ളം തനിയെ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയാണ് മെയിൻ ആളുടെ എൻട്രി, തേങ്ങ ഇല്ലാതെ എന്ത് തോരയില്ലേ. അപ്പോൾ കുറച്ചധികം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം വറ്റിയതിന് ശേഷം കേട്ടോ, നന്നായി വെള്ളം വറ്റിയതിന് ശേഷമാണ് തേങ്ങ ഇട്ട് കൊടുക്കാവൂ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക. നമ്മുടെ തോരൻ റെഡിയായി. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ്, നല്ല സിമ്പിളുമാണ്. ഇനി നമുക്ക് ചെറിയൊരു പാത്രത്തേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വാഴമണി അല്ലെങ്കിൽ വാഴച്ചുണ്ട്, വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. പുറത്തുനിന്ന് സപ്ലിമെൻറ്റ്സൊക്കെ എടുക്കുന്നതിന് പകരം നാടനായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.